ആരോഗ്യ മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും പ്രാധാന്യം നൽകി പിറവം നഗരസഭാ ബഡ്ജറ്റ്. പിറവം ആരോഗ്യ ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് ഊന്നൽ നൽകി 56,52,31,741 രൂപ വരവും 54,94,931,26 രൂപ ചെലവും 1,57,38,615 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന പിറവം നഗരസഭാ ബഡ്ജറ്റ് വൈസ് ചെയർപേഴ്സൺ അന്നമ്മ ടോമി അവതരിപ്പിച്ചു. പിറവം ടൗണിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് 60 ലക്ഷം രൂപയും കണ്ണീറ്റുമലയിൽ വിവിധ മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് 40 ലക്ഷം രൂപയും അടക്കം ആകെ 1,16,00,000 രൂപ നീക്കിവച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ താലൂക്ക് ആശുപത്രി, പാലിയേറ്റീവ് പ്രൈമറി സെക്കൻഡറി വിഭാഗങ്ങൾക്ക് 22 ലക്ഷം രൂപയും മറ്റു മരുന്നുവാങ്ങൽ, ലാബ് എന്നിവയടക്കം 61 ലക്ഷം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊമ്പനാമലയിൽ നഗരസഭ പുതുതായി വാങ്ങിയ സ്ഥലത്ത് അമൃത പദ്ധതി പ്രകാരം 5.38 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള കുടിവെള്ള ടാങ്ക് നിർമ്മിക്കുന്നതിന് 8 കോടി രൂപ നിലവിൽ ലഭ്യമായിട്ടുണ്ട്. നഗരസൂത്രണ വിഭാഗത്തിൽ ടൗണിലെ ഓടകളുടെ അറ്റകുറ്റപ്പണികൾ, ചിൽഡ്രൻസ് പാർക്ക് നവീകരണം തുടങ്ങി വിവിധ പദ്ധതികൾക്കായി 86 ലക്ഷം രൂപയും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതികൾക്കായി 2 കോടി രൂപയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വികസനം, കുട്ടികളുടെ ക്ഷേമം, വിദ്യാഭ്യാസ മേഖല, കൃഷി മേഖലയടക്കം എല്ലാ മേഖലകൾക്കും തുക വകയിരുത്തി ജനകീയ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നഗരസഭാ ചെയർപേഴ്സൺ KR പ്രദീപ് കുമാർ പറഞ്ഞു. ബഡ്ജറ്റ് അവതരണ പരിപാടികളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അരുൺ കല്ലറയ്ക്കൽ, ജിൻസി രാജു, ജെയ്സൺ പുളിക്കൽ, വത്സല വർഗീസ്, അഡ്വക്കേറ്റ് ഷിബു തോമസ്, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ജൂലി സാബു, ജെസി തോമസ്, ഉണ്ണി വെള്ളയിൽ, PT പ്രതാപൻ, മറ്റു കൗൺസിലർമാർ, സെക്രട്ടറി പ്രകാശ് കുമാർ B, മറ്റ് ആസൂത്രണ സമിതി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു.